ചില മനുഷ്യരുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് സമൂഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ പോലും തകിടം മറിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. സ്വന്തം വ്യക്തിത്വവും നിലപാടും എന്തെന്ന് തിരിച്ചറിയാതെ വെറുമൊരു കയ്യടിക്കും വില കുറഞ്ഞ പബ്ലിസിറ്റിക്കും വേണ്ടി മാത്രം എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന ചിലരെയാണ് നമ്മൾ പലപ്പോഴും പൊതുവേദികളിൽ കാണാറുള്ളത്. അത്തരത്തിൽ ആധുനിക കേരളത്തിൻ്റെ സാംസ്കാരിക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുമായി ഒരു സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന മനോഹരമായ വാക്കിൻ്റെ മറവിൽ നിന്ന് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളുടെ മേൽ കടന്നുകയറാൻ മടിക്കാത്ത ഇത്തരം വ്യക്തികളുടെ കാപഢ്യം തുറന്നു കാട്ടേണ്ടത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും കുറിച്ച് സണ്ണി കബിക്കാട് നടത്തിയ അങ്ങേയറ്റത്തെ അസംബന്ധവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധാഗ്നിയാണ് കത്തിച്ചിരിക്കുന്നത്. ഒരു പൊതുവേദിയിൽ സംസാരിക്കവേ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയും പരാമർശിച്ച കാര്യങ്ങളും ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയാത്തത്രയും നിലവാരമില്ലാത്തതായിരുന്നു. അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും പ്രതിഷ്ഠാ സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും വളരെ വികൃതമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സണ്ണി കബിക്കാട് നടത്തിയ പ്രസ്താവന വിശ്വാസികളായ ജനങ്ങളുടെ നെഞ്ചേറ്റിയത് വലിയൊരു ആഘാതമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പുരോഗമന ചിന്തയുടെയും ആവരണങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന് ഇത്തരം നികൃഷ്ടമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന പ്രവണത തീർച്ചയായും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ ആർക്കും മനസ്സിലാകും ഇതൊരു വിമർശനമല്ല, മറിച്ച് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി കരുതി കൂട്ടി പറഞ്ഞതാണെന്ന്. അയ്യപ്പൻ മഹാശക്തിയായി ഇരിക്കുന്നു. പുറകിൽ ഇടത് സൈഡിലായി മാളികപ്പുറത്തമ്മ ഇരിക്കുന്നു. അയ്യപ്പൻ മുന്നോട്ട് നോക്കിയിരിക്കുന്നു. കണ്ടുപോയ നൈഷ്ഠിക ബ്രഹ്മചര്യം തകരും. അയ്യപ്പൻ ബലാത്സംഗ വീരനായി മാറും എന്നൊക്കെയുള്ള വാക്കുകൾ ഒരു പൊതുവേദിയിൽ എങ്ങനെ പറയാൻ കഴിയുന്നുവെന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഏതൊരു വിഷയത്തിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനും നിലപാടുകൾ വ്യക്തമാക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്നുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം കോടിക്കണക്കിന് ആളുകൾ ആദരിക്കുന്ന ആരാധനാമൂർത്തികളെയും വിശ്വാസങ്ങളെയും തെരുവ് ഭാഷയിൽ അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് അല്ല. വിമർശനങ്ങളും സംവാദങ്ങളും ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ആരോഗ്യപരമായ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമല്ല, മറിച്ച് കേവലം കയ്യടിക്ക് വേണ്ടിയും ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ നേടാൻ വേണ്ടിയും മെനഞ്ഞെടുത്ത സങ്കുചിതമായ ഒരു നാടകം മാത്രമാണ്. ഈ നാടകത്തിൽ ഇരയാകുന്നത് കേരളത്തിൻ്റെ സാമൂഹിക സൗഹാർദ്ദമാണ്. അയ്യപ്പസ്വാമിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യ സങ്കല്പത്തെയും മാളികപ്പുറത്തമ്മയുമായുള്ള ആത്മീയ ബന്ധത്തെയും തികച്ചും ലൈംഗിക ചുവയോടെയും വികൃതമായ രീതിയിലും വ്യാഖ്യാനിച്ച സണ്ണി കബിക്കാടിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് സമൂഹം ഉറക്കെ ചോദിക്കുന്നുണ്ട്. ദളിത് ആക്ടിവിസ്റ്റ് എന്ന ലേബലിൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ചില പ്രത്യേക കോണുകളിൽ നിന്നുള്ള പ്രീതി പിടിച്ചു പറ്റുന്നതിനും വേണ്ടി മാത്രം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന കബിക്കാടിൻ്റെ കാപഢ്യം ഇതിലൂടെ വീണ്ടും വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കുമെതിരെയും സ്വന്തം അവസരവാദ രാഷ്ട്രീയത്തിന് അനുസൃതമായി നിലപാടുകൾ മാറ്റിയ ചരിത്രമുള്ളയാളാണ് ഈ സണ്ണി കബിക്കാട്. അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാട് മാറ്റവും എപ്പോഴും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ തന്നെ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈക്കം സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പരസ്യമായി നടത്തിയ പരാതികളും പ്രതിഷേധങ്ങളും പൊതുജനങ്ങൾ കണ്ടതാണ്. തനിക്ക് സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു, കോൺഗ്രസ് ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയും വ്യക്തിപരമായ അസന്തുലിതാവസ്ഥകളുടെയും തുടർച്ചയായി വേണം ശബരിമലയെയും അയ്യപ്പനെയും വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുതിയ നീക്കത്തെയും വിലയിരുത്താൻ. മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഇത്തരം പ്രവണതകൾ കേരളത്തിൻ്റെ സാമൂഹിക സൗഹാർദ്ദത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. ദളിത് പിന്നോക്കാവസ്ഥയുടെയും സാമൂഹിക നീതിയുടെയും പേര് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഇവർ യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം മതവികാരങ്ങളെ വ്രണപ്പെടുത്തി ചർച്ചകളിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നത് കടുത്ത വഞ്ചനയാണ്. സണ്ണി കബിക്കാടിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ വ്യക്തമായ ചില അജണ്ടകൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിവിധ ഇവാഞ്ചലിസ്റ്റ് സംഘടനകളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും പശ്ചാത്തലവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്.
SC/ST സംവരണ ആനുകൂല്യങ്ങളും മതം മാറ്റങ്ങളും സംബന്ധിച്ച ചർച്ചകളിൽ സണ്ണി കബിക്കാടിന്റെ കുടുംബ പശ്ചാത്തലവും മുൻകാല നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മതപരമായ സന്തുലിതാവസ്ഥ തകർക്കാനും സമൂഹത്തിൽ ഭിന്നതയും ചേരിതിരിവും ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ശക്തികളുടെ കൈക്കോടാലിയായി സണ്ണി കബിക്കാട് മാറുന്നുണ്ടോ എന്ന ഗൗരവമായ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നിരന്തരം ലക്ഷ്യം വെക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാവുന്നുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ശക്തമായ എതിർപ്പുമായി ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു സണ്ണി കബിക്കാടിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. സമാധാനാന്തരീക്ഷം തകർക്കാനും മതസ്പർദ്ധ വളർത്താനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിലേക്ക് നയിച്ചതെന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റൊരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ആക്രമിക്കുന്നത് മത തീവ്രവാദികളുടെ കയ്യടി നേടാൻ വേണ്ടി മാത്രമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന സെക്രട്ടറി P ശ്യാംരാജ് സണ്ണി കബിക്കാടിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഔദ്യോഗികമായി പരാതി നൽകി കഴിഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കാനുള്ള ലൈസൻസ് അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. വിമർശനവും അധിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത ഇത്തരം ആളുകൾക്കെതിരെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സണ്ണി കബിക്കാടിന്റെ പ്രസ്താവന ഒറ്റപ്പെട്ട ഒരു വാക്കുപിഴയായി തള്ളിക്കളയാനാവില്ലെന്നും ഇതിനു പിന്നിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പരാമർശങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് എക്കാലത്തും വലിയൊരു ഭീഷണിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരുടെ വിശ്വാസങ്ങളെയും ഏത് ആരാധനാ മൂർത്തികളെയും എങ്ങനെ വേണമെങ്കിലും അധിക്ഷേപിക്കാമെന്നൊരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കർശനമായി തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇന്ന് അയ്യപ്പനെ പറയും, നാളെ മറ്റൊരു ദൈവത്തെ പറയും. ഈ പ്രവണത തുടർന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തന്നെ തകരും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഭരണകൂടവും പോലീസും തയ്യാറാകണമെന്നും ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. സണ്ണി കബിക്കാടിനെ പോലുള്ളവർ നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പ്രവണതകൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പബ്ലിസിറ്റിക്കും വേണ്ടി സമൂഹത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇത്തരം നിയമവിരുദ്ധവും പ്രകോപനപരവുമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വിശ്വാസികളും പൊതുസമൂഹവും ഒരുപോലെ മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും നവോത്ഥാന ചിന്തകളുടെയും പേര് പറഞ്ഞ് ജനങ്ങളുടെ മതവികാരങ്ങളെ നിരന്തരം ചൂഷണം ചെയ്യുന്ന ഇത്തരം വ്യക്തികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് സമൂഹം ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കേരളത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയും പരസ്പര മൈത്രിയും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ഇത്തരം ഘടകങ്ങൾക്കെതിരെയുള്ള നിയമപരമായ പോരാട്ടങ്ങൾ ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഇന്ന് നമ്മൾ മിണ്ടാതിരുന്നാൽ നാളെ ഇതിലും വലിയ അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ഈ ഫേക്ക് ആക്ടിവിസ്റ്റിന്റെ പ്രസ്താവനകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ചർച്ചാ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.